ഹായ്, അസ്സാം വലൈക്കും. പ്രിയപ്പെട്ടവരെ, നമസ്കാരം. എന്തൊക്കെ വിശേഷങ്ങൾ? ഇന്ന് സെപ്റ്റംബർ 23 ചൊവ്വാഴ്ച ചന്ദ്രിക ദിനപത്രത്തിൽ വന്നിട്ടുള്ള നിരീക്ഷണം പേജിൽ വന്നിട്ടുള്ള ചന്ദ്രികയുടെ മുഖപ്രസംഗം ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോയിൽ എത്തിയിട്ടുള്ളത്. ദ്രോഹം തുടരുന്ന ട്രംപ് എന്ന തലക്കെട്ടിൽ ഇന്നത്തെ മുഖപ്രസംഗം ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുകയാണ്. അമേരിക്ക നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന കുടിയേറ്റ വിരുദ്ധ നയങ്ങളുടെ ഭാഗമായുള്ള H-1B വിസയുടെ വാർഷിക ഫീസ് വർധന ഇന്ത്യക്ക് വീണ്ടും തിരിച്ചടി സമ്മാനിക്കുകയാണ്. ട്രംപിൻ്റെ രണ്ടാം വരവിൽ കൊല്ലൻ്റെ ആലയിൽ പൂച്ചയെപ്പോലെ ഓരോ അടിക്കും ഞെട്ടിക്കൊണ്ടിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര സർക്കാരും. ഇരട്ട ചുങ്കത്തിൻ്റെ പേരിൽ ഏറ്റ ഇരുട്ടടി മറികടക്കാനുള്ള കിണഞ്ഞ പരിശ്രമങ്ങൾക്കിടെ മൈ ഫ്രണ്ടിൽ നിന്നേറ്റ അടുത്ത അടി കൂനിന്മേൽ കുരുവായി തീർന്നിട്ടുണ്ടെങ്കിലും തിരിച്ചടികളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുന്ന ശീലമല്ല കേന്ദ്ര സർക്കാരിനുള്ളത്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നുവെന്ന പേരിൽ ഏർപ്പെടുത്തിയ ഇരട്ട ചുങ്ക തീരുമാനത്തിന് അമേരിക്കക്ക് അതേ നാണയത്തിൽ തിരിച്ചടി നൽകി ആണത്തം കാണിക്കുന്നുവെന്ന തോന്നലുണ്ടാക്കിയിരുന്നുവെങ്കിലും എല്ലാം വൃദ്ധാവിലാണെന്ന് തെളിയിക്കാൻ മോദിക്ക് 2 ദിവസമേ വേണ്ടി വന്നുള്ളൂ. അദ്ദേഹത്തിൻ്റെ സന്ദർശനവും റഷ്യൻ പ്രസിഡന്റ് പുടിനുമായുള്ള കൂടിക്കാഴ്ചയുമെല്ലാം അമേരിക്കയുടെ ചങ്കു തകർക്കാൻ പര്യാപ്തമായ നടപടികളായിരുന്നുവെങ്കിലും ട്രംപിൻ്റെ വാഴ്ത്തുപാട്ടിൽ വീണുപോയ പ്രധാനമന്ത്രി ഒരു ഭാവഭേദവുമില്ലാതെ അദ്ദേഹത്തിന് മുന്നിൽ സാഷ്ടാംഗം നമിക്കുന്നതുമാണ് പിന്നീട് കാണാൻ കഴിഞ്ഞത്. അമേരിക്കയുടെ പുതിയ തീരുമാനത്തിനും കേന്ദ്ര സർക്കാർ അമർഷവും പ്രതിഷേധവുമൊക്കെ രൂപപ്പെടുത്തുന്നുണ്ടെങ്കിലും അത് എവിടെ വരെ എന്നത് നിലവിലെ സാഹചര്യത്തിൽ ഊഹിക്കാവുന്നതേയുള്ളൂ. ഉന്നത വിദ്യാഭ്യാസവും പരിശീലനവും വൈദഗ്ധ്യവും ആവശ്യമുള്ള മേഖലകളിൽ വിദേശത്തു നിന്നുള്ള പ്രൊഫഷണലുകളെ നിയമിക്കാൻ അമേരിക്കൻ കമ്പനികളെ അനുവദിക്കുന്നതാണ് H-1B വിസ. ഒറ്റയടിക്ക് വിസ ഫീസ് $1,00,000 ആക്കിയത് അമേരിക്കൻ സർക്കാർ $1,00,000 അമേരിക്കൻ സർക്കാർ ഉയർത്തിയത്. അതായത് ഇന്ത്യൻ രൂപയിലേക്ക് വരുമ്പോൾ 88 ലക്ഷത്തിന് മുകളിൽ, ശരാശരി 2.5 ലക്ഷം തൊട്ട് 5 ലക്ഷം രൂപ വരെ നിന്നാണ് ഈ കുത്തനെയുള്ള വർധനവുണ്ടായിരിക്കുന്നത്. ഇതിൽ ബഹുഭൂരിഭാഗവും തൊഴിലുടമയാണ് അടയ്ക്കേണ്ടത്. വിസയ്ക്ക് അപേക്ഷിക്കുന്ന ജീവനക്കാർക്ക് വേണ്ടി തൊഴിലുടമയായ കമ്പനി $1,00,000 വാർഷിക ഫീസ് അടയ്ക്കേണ്ടി വരുന്നത് നിലവിലുള്ള രജിസ്ട്രേഷൻ ഫീസ്, ഫോം ചാർജ് തുടങ്ങിയ ഫീസുകൾക്ക് പുറമെയാണ്. ഇതുവഴി കുടിയേറ്റ തൊഴിലാളികളെ അമേരിക്കയിലേക്ക് എത്തിക്കാനുള്ള കമ്പനിയുടെ താൽപ്പര്യങ്ങൾക്ക് അനുമതി വരുമെന്നാണ് ഭരണകൂടം വിശ്വസിക്കുന്നത്. രാജ്യത്തേക്ക് എത്തുന്ന പ്രൊഫഷണലുകൾക്ക് വൈദഗ്ധ്യമുള്ളവരാണെന്നും എന്നാൽ അമേരിക്കൻ തൊഴിലാളികൾക്ക് പകരമായി ഇവരെ ജോലികളിൽ നിലനിർത്തുന്നില്ല എന്ന് ഉറപ്പാക്കുക എന്നതാണ് ഈ നീക്കത്തിൻ്റെ ലക്ഷ്യമെന്നും ട്രംപ് വിശദീകരിക്കുകയുണ്ടായി. ഏറ്റവും ദുരുപയോഗം ചെയ്യപ്പെടുന്ന വിസ സംവിധാനങ്ങളിൽ ഒന്നാണിതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. H-1B വിസ 71% ലഭിക്കുന്നത് ഇന്ത്യക്കാർക്കാണ്. രണ്ടാം സ്ഥാനത്തുള്ള ചൈനയ്ക്ക് ലഭിക്കുന്നത് 11.7% മാത്രമാണെന്നിരിക്കെ ആരെയാണ് ട്രംപിൻ്റെ നയം ബാധിക്കുക എന്ന കാര്യത്തിൽ സംശയത്തിന് പോലും പ്രസക്തിയില്ല. ട്രംപിൻ്റെ തീരുമാനത്തിന് പിന്നാലെ US-ൽ നിന്നും ഇന്ത്യയിലേക്ക് പോകാനായി വിമാനത്താവളത്തിലെത്തിയ പല ഇന്ത്യക്കാരും യാത്ര റദ്ദാക്കിയത് ഇതിൻ്റെ ഉദാഹരണമാണ്. ഇന്ത്യയിൽ നിന്ന് US-ലേക്ക് നേരിട്ടുള്ള വിമാനത്തിൻ്റെ നിരക്കും കുതിച്ചു വരികയുണ്ടായി. എന്നാൽ തീരുമാനം പുതിയ അപേക്ഷകർക്ക് മാത്രമേ ബാധകമാകൂ എന്നും ഇതിനോടകം വിസയ്ക്ക് അപേക്ഷിച്ചവർക്ക് വർധനവ് ബാധകമല്ലെന്നും വ്യക്തമാക്കി US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസും വൈറ്റ് ഹൗസും രംഗത്ത് വന്നത് ആശ്വാസമായി മാറിയിരിക്കുകയാണ്. H-1B വിസയിലുള്ളവർ രാജ്യത്ത് ഉടൻ തിരികെ വരണമെന്നും വിസയിലുള്ളവർ രാജ്യത്തിന് പുറത്തേക്ക് പോകരുതെന്നും
കമ്പനികൾ ആവശ്യപ്പെട്ട സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് പുതിയ അറിയിപ്പെത്തിയത്. ഇത് കമ്പനികൾക്ക് ആശ്വാസം പകരുന്ന കാര്യമായി മാറി. സാധാരണയായി വിദ്യാർത്ഥി വിസയിൽ അമേരിക്കയിലെത്തുന്ന ഇന്ത്യക്കാർ പിന്നീട് H-1B വർക്ക് വിസയിലേക്കും അതുവഴി ഗ്രീൻ കാർഡിലേക്കും അവിടെ നിന്ന് അമേരിക്കൻ പൗരത്വത്തിലേക്കും നീങ്ങാറാണ് പതിവ്. ട്രംപ് ഭരണകൂടത്തിൻ്റെ നീക്കത്തിൽ അമേരിക്കയിലെ ചെറുകിട ഇടത്തരം IT കമ്പനികളും ആശങ്കയിലാണ്. പുതിയ സാഹചര്യത്തിൽ സ്വദേശികളെ നിയമിക്കാൻ US കമ്പനികൾ നിർബന്ധിതരാകും. എന്നാൽ ഇവർക്ക് ഉയർന്ന വേതനം നൽകേണ്ടി വരും എന്നതാണ് കമ്പനികൾക്ക് തലവേദന. US-ൻ്റെ തൊഴിൽ സാധ്യത കണ്ട് ആ രാജ്യത്ത് IT പഠനം സ്വപ്നം കാണുന്നവർക്കും ട്രംപിൻ്റെ നീക്കം തിരിച്ചടിയാണ്. US-ലെ IT അധിഷ്ഠിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും തിരിച്ചടി നേരിടും. പഠനശേഷം ജോലി സാധ്യതയില്ലെങ്കിൽ ഭീമമായ പണം മുടക്കി അമേരിക്കയിൽ പഠിക്കാൻ വിദേശ വിദ്യാർത്ഥികളെ മടിക്കും. ഇത് അമേരിക്കൻ സർവകലാശാലകളുടെ വരുമാനത്തെ കാര്യമായി ബാധിച്ചേക്കാം. കൃത്യമായി തന്നെ ഇന്നത്തെ ചന്ദ്രികയിലെ മുഖപ്രസംഗമാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിലെത്തിച്ചത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഞാനിവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മാസ്സലാം.